പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹത്തിനും വിഷുക്കണി വിവാദത്തിനും പിന്നിൽ മതതീവ്രവാദ സംഘടനകളുടെ ഗൂഢാലോചനയുണ്ടെന്ന് ഹിന്ദു ഐക്യവേദി. സംഭവത്തിൽ NIA അന്വേഷണം നടത്തണം. തുഞ്ചത്തെഴുത്തച്ഛനെതിരെയുള്ള ലേഖനത്തിലൂടെ ദീപികയുടെ വിഷം നിറഞ്ഞ മനസ്സ് പുറത്തുവന്നെന്നും ഹിന്ദു ഐക്യവേദി വിമർശിച്ചു. കേരളത്തിന്റെ സൗഹാർദ്ദം തകർത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള മതതീവ്രവാദ സംഘടനകളുടെ ഗൂഢാലോചനയാണ് വിഷുക്കണി വിവാദം. ആശംസയുടെ മറവിൽ ഹിന്ദു സംസ്കാരത്തെയും വിശ്വാസങ്ങളെയും അവഹേളിച്ച നടപടിയെ ഹിന്ദു ഐക്യവേദി ഭാരവാഹി യോഗം ശക്തമായി അപലപിച്ചു. ഇടതു വലതു മുന്നണികളും മുസ്ലിം സംഘടനകളും സാംസ്കാരിക നായകരും വിഷുക്കണി വിവാദത്തിൽ കുറ്റകരമായ മൗനമാണ് പുലർത്തിയത്. അതിൽ സമാധാനമായി പ്രതിഷേധിച്ചവരെ ആലപ്പുഴ SP വേട്ടയാടുകയാണെന്നും സംഭവത്തിൽ NIA അന്വേഷണം നടത്തണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ ആസൂത്രിതമായിട്ട് മാംസാഹാരം മുന്നിൽ വെച്ചുകൊണ്ട് ശ്രീകൃഷ്ണനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അത്തരം ആശംസാ കാർഡുകൾ ഇറക്കിയത് തീർത്തും ആകസ്മികമാണ് എന്ന് കരുതാൻ സാധ്യമല്ല. മത തീവ്രവാദ സംഘടനകളുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇത്തരം പരിശ്രമങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആലപ്പുഴ SP ഈ പ്രതികരിച്ച ആളുകളുടെ വീടുകൾ കയറി ഇറങ്ങുകയാണ്. ഇപ്പോൾ ആരെ സന്തോഷിപ്പിക്കാനാണ് ആലപ്പുഴ SP അങ്ങനെ ചെയ്യുന്നത്? പോലീസിന്റെ സമീപനവും മതതീവ്രവാദികൾക്ക് വേണ്ടിയുള്ള സമീപനമായിട്ട് മാറുകയാണ്. നമ്മുടെ നാട്ടിലെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഈ സംഭവത്തോട് ഈ സമയം വരെ പ്രതികരിച്ചിട്ടില്ല. കേരളത്തിന്റെ മതേതരത്വം സ്ഥാപിച്ചെടുക്കാൻ പ്രായപൂർത്തിയാകാത്ത പട്ടികജാതി പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് ബലിയാടാക്കി. ഇതിന് നേതൃത്വം നൽകിയ മന്ത്രിയും MP-യും പാർട്ടി സെക്രട്ടറിയും ഒരുപോലെ കുറ്റവാളികളാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെതിരെയുള്ള ലേഖനത്തിലൂടെ ദീപികയുടെ വിഷം നിറഞ്ഞ മനസ്സ് പുറത്തുവന്നുവെന്നും ചരിത്രത്തെ കെട്ടുകഥയാക്കാനുള്ള ശ്രമമാണെന്നും ഹിന്ദു ഐക്യവേദി വിമർശിച്ചു. എഴുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല എന്നാണ് ദീപികയുടെ കണ്ടെത്തൽ. എഴുത്തച്ഛനല്ല കേരളത്തിലെ മലയാള ഭാഷയുടെ പിതാവ്, ഏതൊക്കെയോ പാതിരിമാരാണ് എന്നാണ് ദീപിക കണ്ടെത്തിയത്. ദീപികയുടെ ദുഷ്ടലാക്കാണ് പുറത്തു വന്നത്. ഏത് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദീപിക അങ്ങനെ പറഞ്ഞത്? ക്രൈസ്തവ സഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട് കേരളത്തിൽ, കെട്ടുകഥയെ ചരിത്രമാക്കിയ പാരമ്പര്യം. ദീപികയുടെ ആ വിഷ പുരട്ടിയ അല്ലെങ്കിൽ ആ വിഷം നിറഞ്ഞ മനസ്സ് ആണ് പുറത്തു വന്നത്. ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക നായർക്ക് മിണ്ടാട്ടമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇരുമുന്നണികളുടെയും താൽപര്യാർത്ഥം അട്ടിമറിക്കപ്പെട്ടു. 6 മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. FCRA നിയമം കർശനമായി നടപ്പാക്കണം. ഒരു സഭയ്ക്കും സർക്കാരിനെ മുൾമുനയിൽ നിർത്തി കാര്യങ്ങൾ സാധിക്കാനാവില്ല. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിധിൻ രാജ ആത്മഹത്യ ചെയ്ത സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്ന് ഹിന്ദു ഐക്യവേദി അപലപിച്ചു. ഇതേ മാനേജ്മെന്റ് കീഴിൽ പ്രവർത്തിച്ചിരുന്ന കാസർകോട്ടെ പൊയ്നാച്ചി ദന്തൽ കോളേജിൽ പഠിക്കുമ്പോഴാണ് നിമിഷ ഫാത്തിമ മതം മാറി IS-ലേക്ക് പോയത്. ഇത്തരം സ്ഥാപനങ്ങളുടെ ഉദ്ദേശശുദ്ധി സംശയം ജനിപ്പിക്കുന്നതാണെന്നും വിശദമായ അന്വേഷണം വേണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ജനം, കൊച്ചി.